വേടനെതിരെ സംഘപരിവാറിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ കേസരി പത്രാധിപരായ NR മധു നടത്തിയ വ്യക്തിവിദ്വേഷം, മതപരമായ അധിക്ഷേപമൊക്കെ നിങ്ങളുടെ മുൻപിലുണ്ടാകും. ജാതി അധിക്ഷേപമൊക്കെ നടത്തുന്നു. ജാതി ഭീകരതയാണ് വേടന്റെ പാട്ടുകളിലും വേടന്റെ പ്രവർത്തികളിലും കാണാൻ കഴിയുന്നു എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ഏതായാലും ആ വിദ്വേഷം പറഞ്ഞതിന് അയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. CPIM കിഴക്കേക്കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് കിഴക്കേക്കല്ലട പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ വാർത്തയെന്ന് ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചത് കൈരളി ന്യൂസ് ആയിരുന്നു. രാജ്കുമാർ ആയിരുന്നു കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ തന്നെ എന്നോടൊപ്പം ചേരുകയാണ് ഈ കേസെടുത്ത വാർത്തയുടെ വിവരങ്ങൾ നൽകാനുമായിട്ട്. രാജ്കുമാർ, വേടനെ മലയാളി ഒന്നടങ്കം ഏറ്റവും സ്നേഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേടന്റെ പാട്ടിലെ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശമൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ വേടൻ പറഞ്ഞതുപോലെ എനിക്ക് ചില മോശം വശങ്ങളുണ്ടായിരുന്നു, അത് നിങ്ങൾ പൊറുക്കുക എന്നതും നമ്മൾ കണ്ടതാണ്, അത് നമ്മുടെ മുൻപിലുണ്ട്. അതേ സമയത്താണ് സംഘപരിവാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഏറ്റവും മോശം അധിക്ഷേപങ്ങൾ വേടനെതിരെ ചൊരിയുന്നത്. ഏതായാലും ആ വിദ്വേഷത്തിനുള്ള നിയമ നടപടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അല്ലേ? അതെ. ഡിവൈഎഫ്ഐയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ ആദ്യം കൊട്ടാരക്കര റൂറൽ പോലീസിന് ഒരു പരാതി നൽകി ഈ സംഭവത്തിൽ. ഇപ്പൊ കൈരളി നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ നമ്മളുമായി സംസാരിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളെല്ലാം ശേഖരിച്ചാണ് അവർ പരാതി നൽകിയത്. പക്ഷെ ഈ പരാതിക്കാരൻ ആ സ്ഥലത്തുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ആ പ്രദേശത്തുള്ള ആയിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമോപദേശം കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കേക്കല്ലട, ഇപ്പം മനു സൂചിപ്പിച്ചതുപോലെ കിഴക്കേക്കല്ലട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധൻ പരാതി നൽകിയത്. വേലായുധന്റെ മൊഴിയെടുത്ത ഇപ്പോ കിഴക്കേക്കല്ലട പോലീസ് ഭാരതീയ ന്യായ സംഹിതി 192 വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതായത് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ് ഈ 192 എന്ന് പറയുന്ന വകുപ്പ് കൊണ്ട്, പുതിയ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേടനെ അധിക്ഷേപിച്ച NR മധുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഏതായാലും ഇതുപോലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെയുള്ള നിയമ നടപടികളിലൂടെ അവസാനിച്ചു പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കലാകാരനാണ്, നമ്മുടെ ഒപ്പം നിർത്തേണ്ടവനാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാത്രം ശ്രമിക്കുന്ന ചില വിഷങ്ങളുണ്ട്, അവരെ കൂടി നമ്മൾ അകറ്റി നിർത്തണം. അതിരുവിട്ട് കളിക്കുന്നവരെ നിയമത്തിന്റെ വഴിയിൽ പൂട്ടുകയും വേണം. അതാണിപ്പോൾ ഈ കേസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.